Assalamualaikum guys, welcome back to Ken's Vlogs. അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ റാഡോൻ്റെ ഗോൾഡൻ ഹൗസ് എന്ന് പറഞ്ഞ മോഡലാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അൺബോക്സിങ് പ്ലസ് റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ പോയിട്ട് അൺബോക്സിങ് കാണും. വായോ ഗൈസ് ദാ എനിക്ക് നമ്മളെ വാച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൊണ്ട് റാഡോ എന്ന് എഴുതിയിട്ട് നമുക്കിത് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമുക്കിതിങ്ങനെ ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, കണ്ടോ, നല്ല ബ്ലാക്ക് കളറിൽ നല്ല നീറ്റായിട്ട് പാക്കേജ് ചെയ്തിട്ടോ നമ്മൾ വാച്ച് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ നമ്മൾ വാച്ച് വരുന്നത്. ഇനി നമുക്കിത് പതിയെ പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് തുറക്കാം. നല്ല രസമുണ്ട് കാണാൻ, ഗോൾഡ് കളറിലൊക്കെ ആയിട്ട് നമുക്ക് തുറക്കാം. യെസ്, അപ്പോൾ ഇതാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ പോണേ. റാഡോ ഗോൾഡൻ ഹൗസ് എന്ന് പറഞ്ഞ മോഡൽ, നല്ല ലെതർ സ്ട്രാപ്പൊക്കെ ആയിട്ട്. ഇതിനെക്കുറിച്ച് ഞാൻ റിവ്യൂവിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ബോക്സിനുള്ളിൽ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ വാറൻറ്റി കാർഡൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും പിന്നെ വാറൻറ്റി കാർഡൊക്കെ ഉള്ളത് ഈ വാലറ്റിൻ്റെ ഉള്ളിലാട്ടോ. ഇത് റാഡോ തന്നെ നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ ഇതിൻ്റെ അൺബോക്സിങ്. നിങ്ങൾ പോയിട്ട് ഇതിൻ്റെ റിവ്യൂ കേൾക്ക്. നിങ്ങൾ ഇതിൻ്റെ ഈ വാച്ചിൻ്റെ അൺബോക്സിങ് കണ്ടില്ലേ, ഇനി ഇതിൻ്റെ റിവ്യൂ കേട്ടാലോ. അപ്പോൾ ഗൈസ് ഇതാണ് റാഡോൻ്റെ ഗോൾഡൻ ഹൗസ് എന്ന് പറഞ്ഞ മോഡൽ. ഇതാ ഇവിടെ ഗോൾഡൻ ഹൗസ് എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഇത് ആംബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ റാഡോന്നും കൊടുത്തിട്ടുണ്ട്, റാഡോൻ്റെ ആംബിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗൈസ് റാഡോ എന്ന് പറഞ്ഞ കമ്പനി ഗോൾഡൻ ഹൗസ് എന്ന് പറഞ്ഞ മോഡൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം 1957 അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഗോൾഡൻ ഹൗസ് എന്ന് പറഞ്ഞ മോഡൽ. പിന്നെ ഇതിൻ്റെ കേസ് സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 37 mm ആണ്. ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 10.8 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. പിന്നെ ലഗ് വിഡ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 19 mm ആണ് ഇതിൻ്റെ ലഗ് വിഡ്ത്ത് വരുന്നത്. പിന്നെ വാട്ടർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 50 മീറ്റർ ആട്ടോ ഗൈസ് ഇതിൻ്റെ വാട്ടർ റെസിസ്റ്റൻറ്റ് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് എറ്റ CO7 എന്നാണ് ഇതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പേര്. ഓട്ടോമാറ്റിക് വാച്ച് ആട്ടോ ഗൈസ്. പിന്നെ ഇതാ ഇവിടെ ഒരു ഡേറ്റ് വിൻഡോ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ നല്ല വൈറ്റ് കളർ ഡയലാട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് റോസ് ഗോൾഡ് കൊണ്ട് ഇതാ ചുറ്റും ഇവിടെ ഇതുണ്ടോ റോസ് ഗോൾഡ് ഇവിടെ ഫുള്ള് ചുറ്റും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയാട്ടോ ഗൈസ് ഇത് കാണാൻ. റോസ് ഗോൾഡും വൈറ്റും മിക്സ് ചെയ്യണ കാണാൻ നല്ല രസമാട്ടോ ഇത് കാണാൻ. പിന്നെ ഇതാ ഇതിൻ്റെ ഈ ഹാൻഡ്സിലെ അതും റോസ് ഗോൾഡാണ്. പിന്നെ ഇതും പിന്നെ ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാട്ടോ. പിന്നെ ഈ ലെതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഹാൻഡ് ക്രാഫ്റ്റഡ് ലെതർ ആട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം റാഡോന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാ ഹാൻഡ് ക്രാഫ്റ്റഡ് ലെതറാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതാ ട്രാൻസ്പെറൻറ്റ് ബാക്ക് ആട്ടോ ഗൈസ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ റാഡോ ഒരു സ്വിസ് മെയ്ഡ് വാച്ച് ആട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമില്ല, യുവർ ഒപ്പീനിയൻ. പക്ഷേ എല്ലാവരും ലൈക്ക് ചെയ്യട്ടോ ഗൈസ് പ്ലീസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. പിന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ അടിക്കുക. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്തോ.